റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. നമസ്കാരം. റേസ് ടു സക്സസിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് റേസ് ടു സക്സസിൽ ഒപ്പം ചേരുന്നു ഞാൻ സുമൻ. ഇന്ന് വളരെ ഡിഫറൻ്റ് ആയ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഒരു സാമൂഹിക പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിൽ യുവാക്കൾക്ക് വധുവിനെ കിട്ടാനില്ല. ഇത് മിക്ക കുടുംബങ്ങളിലെയും ഒരു പ്രശ്നമായിട്ട് മാറുന്നു. അതൊരു സാമൂഹിക പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഏതോ ഒരു സ്റ്റേറ്റിൽ, ഏതോ ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ പെണ്ണ് കിട്ടാത്തതിൻ്റെ പേരിൽ, വധുവിനെ കിട്ടാത്തതിൻ്റെ പേരിൽ യാത്രകളോ ജാഥകളോ അങ്ങനെ എന്തോ ധർണകളൊക്കെ നടത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സാമൂഹിക പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലയളവിൽ തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. റേസ് ടു സക്സസിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക് അല്ല എങ്കിലും തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി കേരളത്തിലെ യുവാക്കൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്ന് അറിയാനായിട്ട് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച്, അതായത് ഇപ്പോഴത്തെ കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് വധുവിനെ കിട്ടാനില്ല, കല്യാണം കഴിക്കാനായിട്ട് വധുവിനെ കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോവുകയാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഡോക്ടർ PR ശ്രീ മഹാദേവൻ പിള്ള സാർ ജോയിൻ ചെയ്യുന്നുണ്ട്. സാർ സ്വാഗതം. നമസ്കാരം. സാമൂഹിക പ്രശ്നമായിട്ട് മാറുമോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാനൊന്ന് അങ്ങോട്ട് ചോദിച്ചോട്ടെ, സുനിൽ വധുവിനെ കണ്ടെത്തിയോ? ഇല്ല, നിലവിലില്ല. അപ്പൊ ഈ പ്രശ്നം സുനിലിനെ ബാധിക്കാൻ പോകുന്നു. അതെ പറഞ്ഞുകൊണ്ട് എടുത്ത ടോപ്പിക്കാണ് ഞാനത്. അപ്പൊ എനിക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒരു 4 ദിവസം മുമ്പ് ഞാനിങ്ങനെ യൂട്യൂബിൽ, ഞാൻ ഈ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ യൂട്യൂബിലുള്ള കേട്ടുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു പതിവാണ്. നമ്മുടെ മൈൻഡിൽ കുറേ ഇൻഫർമേഷൻ വന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്നൊരു യൂട്യൂബ് അക്കോർഡിങ് വരുന്നു, പെൺകുട്ടികൾ വിവാഹത്തിന് താല്പര്യമെടുക്കുന്നില്ല എന്നുള്ള ഒരു വിഷയം. എന്ന് മാത്രമല്ല, അതിലൊരു സർവേ അതിലവർ പ്രതിപാദിക്കുന്നുണ്ട്. ആ സർവേ നടത്തിയ ആൾ തന്നെയാണ് അത് പറയുന്നത്. കേരളത്തിലെ 50% പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. ഇവിടെ നിന്നുള്ള പുരുഷന്മാരെ, അതാണ് അതിൽ ശ്രദ്ധേയമായ കാര്യം. ഇവിടെ നിന്നുള്ള പുരുഷന്മാരെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെ അനുപാതത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം നമുക്ക് ഏതാണ്ട് 1050 പെണ്ണുങ്ങളാണ് ഇവിടെ കൂടുതൽ. 1050 സ്ത്രീകൾക്ക് ഏതാണ്ട് 1000 പുരുഷന്മാരെന്നുള്ള കണക്കാണ് ഏകദേശം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. നേരെ തിരിച്ചാണ് സംഭവിക്കേണ്ടത്. ആണെങ്കിലും കേരളത്തില് സ്ത്രീകളാണ് കൂടുതൽ. ഇന്ത്യയിൽ തന്നെ സ്ത്രീകൾ ജനസംഖ്യയിൽ കൂടുതലുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ത്രീകളാണ് എക്സസ് ഉണ്ടാകേണ്ടത്. പക്ഷേ അതുകൊണ്ട് എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ സർവേ നടത്തിയ ആൾ തന്നെ ഒരു അവിവാഹിതനാണ്. അയാൾ പറയുന്നത് കഴിഞ്ഞ 4 വർഷമായിട്ട് അയാൾക്ക് ഒരു വിവാഹാലോചന കൺക്ലൂഡ് ചെയ്യാൻ കഴിയുന്നില്ല, ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയുന്നില്ല. എന്ന് മാത്രമല്ല, അയാൾ സർവേ നടത്തിയവരിൽ 50% ആൺകുട്ടികളും പറയുന്നത് അവർക്കൊരു പെൺകുട്ടിയെ കിട്ടുന്നില്ല എന്നാണ്. അപ്പോൾ ഈ സർവേ നടത്തിയത് കേരളത്തിലുള്ള ആൺകുട്ടികളിലാണ്. അപ്പോൾ ആ സർവേയുടെ വിശദാംശങ്ങളൊക്കെ അത് ഈ പറയുന്നത് കേട്ടപ്പോൾ ഇതെൻ്റെ കണ്ണ് തുറപ്പിച്ചു. ഇത് സത്യമാണോ? അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. അപ്പോൾ എനിക്കത് സത്യസന്ധമായിട്ട് അയാൾ പഠിച്ചതാണെന്ന് മനസ്സിലായി. കാരണം കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ടാണ് ഈ ഒരു മാന്ത്രിക വ്യതിയാനം ഉണ്ടായിരിക്കുന്നത്. 5 വർഷം കൊണ്ട്, കഴിഞ്ഞ 5 വർഷം കൊണ്ട്. അതിനു മുമ്പ് ഏതാണ്ട് ഒരു 10% പുരുഷന്മാർക്കൊക്കെ പെൺകുട്ടികളെ കിട്ടാൻ വിഷമമുള്ളൂ എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. കഴിഞ്ഞ 5 വർഷം കൊണ്ട് അത് 50% ആയി കഴിഞ്ഞു. അപ്പോൾ ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഇനി ഇതേ പ്രപ്പോർഷനിൽ കൂടുകയാണെങ്കിൽ എത്ര ശതമാനം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതൊരു സാമൂഹ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്, അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പക്ഷെ ഇന്ന് ഇതൊരു ശരിയായ സാമൂഹ്യ പ്രശ്നമാണ്. കേരളത്തിലെ പകുതിയോളം യുവാക്കൾക്ക് വധുവിനെ കിട്ടില്ല. ഇത് ഇന്നത്തെ കണക്കാണ്. പക്ഷെ പെൺകുട്ടികൾ ഇല്ലേന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ പെൺകുട്ടികൾ കൂടുതലാണ്. കണക്കനുസരിച്ച് തന്നെ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളല്ലേ. അപ്പോൾ അതിൻ്റെ വിവിധ വശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. എന്ന് വെച്ചാൽ അതിൻ്റെ സാമൂഹിക പ്രശ്നം, അതിൻ്റെ സാമ്പത്തിക പ്രശ്നം, അതിൻ്റെ ഈ എക്സോഡസ് എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രശ്നം, ഇനി ഇവിടെ ഉള്ളവർ തന്നെ, അത് ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. തീർച്ചയായിട്ടും. ഇപ്പോൾ എന്തുകൊണ്ട് കിട്ടുന്നില്ല? എന്തുകൊണ്ട് ഇപ്പോൾ ഒരു 28 വയസ്സായ, കല്യാണപ്രായം എന്ന് പറയുന്നത് 25 വയസ്സിന് ശേഷമൊക്കെ ആണല്ലോ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ 25 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ 28 വയസ്സായ ഒരു ആൺകുട്ടി വധുവിനെ അന്വേഷിച്ച് പോകുമ്പോൾ കിട്ടുന്നില്ല വെച്ചാൽ പ്രധാനമായിട്ടൊരു കാരണം ചിലപ്പോൾ ജോലി പ്രശ്നമാവാം, സാമ്പത്തിക പ്രശ്നമാവാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാഞ്ഞിട്ടാവാം. അങ്ങനെ ഒരുപാട് അന്വേഷിച്ചാലും കിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ കാരണം എന്തായിരിക്കും? അത് നമുക്ക് ഓരോന്നായിട്ട് അത് പരിഗണിക്കാം. ഇനി കല്യാണ പ്രായത്തെ സംബന്ധിച്ച് തന്നെ
ശരിക്ക് ബയോളജിക്കലായിട്ട് ശരീരശാസ്ത്ര അടിസ്ഥാനത്തിൽ ഒരു പെൺകുട്ടിക്ക് കല്യാണത്തിന് പറ്റിയ പ്രായം 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയും ഒരാൺകുട്ടിക്ക് ഒരു 22 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് ശരീരശാസ്ത്രപരമായി. പക്ഷെ ഈ ശാസ്ത്രത്തിനൊക്കെ അതീതമാണ് കേരളം. ഇപ്പോൾ പണ്ടൊക്കെ കേരളത്തിൽ ഇപ്പോൾ എൻ്റെ അമ്മൂമ്മ വിവാഹം കഴിച്ചത് 13 വയസ്സിലാണ്. മഹാത്മാഗാന്ധി വിവാഹം കഴിക്കുമ്പോൾ കസ്തൂർബയ്ക്ക് 9 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ മഹാത്മാഗാന്ധിക്ക് 13 വയസ്സായിരുന്നു. അപ്പോൾ ആ കാലമൊക്കെ കടന്നുപോയി. ഇപ്പോൾ സർക്കാർ നിയമം അനുസരിച്ച് തന്നെ 18 വയസ്സിന് താഴെ പെൺകുട്ടികൾക്കും 21 വയസ്സിന് താഴെ ആൺകുട്ടികൾക്കും വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പൊ കേരളത്തിലെ ശരാശരി വിവാഹപ്രായം 25-ന് മുകളിലാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം. ആൺകുട്ടികളുടേത് 25-നും 30-നും ഇടയ്ക്കായിട്ട് വരുന്നുണ്ട് ഏകദേശം. എന്ന് മാത്രമല്ല, മുമ്പൊക്കെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു, എപ്പോഴും പെൺകുട്ടികളെക്കാളൊരു 3-5 വയസ്സൊക്കെ കൂടിയ ആൺകുട്ടികളെ വിവാഹം കഴിക്കുക എന്നുള്ളത്. ആ സങ്കല്പം ഇവിടെ ശിഥിലമായി. ഇപ്പോൾ ഞാൻ അടുത്ത് കേട്ട ഒരു ഇൻ്റർവ്യൂ, പെൺകുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൽ ഒരു മീഡിയ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ ഓൺലൈനായിട്ട് പെൺകുട്ടികളുടെ ലൈവ് റെക്കോർഡിങ്, അതിനകത്ത് കുറേ അധികം പെൺകുട്ടികൾ പറയുന്നത് അതിൽ ആൺകുട്ടികൾക്ക് ഞങ്ങളെക്കാൾ പ്രായം വേണമെന്നൊന്നും ഞങ്ങൾക്ക് നിർബന്ധമില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ രാമായണ കഥയാണ്. രാമായണ കഥയിൽ പലർക്കും അത് അറിയുമോന്നറിയില്ല, ശ്രീരാമനേക്കാൾ വളരെ പ്രായം കൂടിയ ആളായിരുന്നു സീത. അപ്പോൾ സീതാ സ്വയംവരത്തിന് വെറും 17 വയസ്സുകാരനായ ശ്രീരാമൻ ചെന്ന് വില്ലൊടിച്ച് സീതയെ പാണിഗ്രഹണം ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ എത്രയോ പേരുണ്ട്. ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ, സച്ചിൻ്റെ ഭാര്യ സച്ചിനേക്കാൾ വളരെ മൂത്താണ്. അപ്പോൾ ഭാരതത്തിൽ അതിന് ഉദാഹരണങ്ങളില്ലെന്നില്ല. പക്ഷേ ഇപ്പോൾ അതൊരു ട്രെൻഡാകുന്നു. ഞങ്ങളെക്കാൾ മുതിർന്ന ആൺകുട്ടികൾ വേണം എന്ന് നിർബന്ധമില്ല എന്ന് പെൺകുട്ടികൾ തന്നെ അഭിപ്രായപ്പെടുന്ന ഒരു രീതിയിലേക്ക്, മറ്റേതൊക്കെ ആകസ്മികമായിട്ട് സംഭവിച്ചായിരിക്കും, അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി രണ്ടാമത്തേത്, എന്തുകൊണ്ടാണ് ഇത്രയും പെൺകുട്ടികൾ കൂടുതലുള്ള കേരളത്തിൽ ഈ പകുതിയോളം ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാത്ത വരുന്നതെന്നുള്ളതിന് അതിൻ്റെ വിവിധ വശങ്ങളിലേക്ക് ആലോചിക്കുക. ഒന്നാമത് നമ്മുടെ സാമൂഹ്യ വികസനമാണ്. ഇപ്പോൾ കേരളത്തിലെ ഇപ്പോൾ അഹല്യയിൽ തന്നെ ഒരുപാട് കോളേജുകളുണ്ട്. സുനിൽ മിക്കവാറും കോളേജുകളിൽ പോകാറുണ്ട്. പല കോളേജുകളിലും നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2/3 മേൽ പെൺകുട്ടികളായിരിക്കും. ചില കോളേജുകളിൽ 90% പെൺകുട്ടികളാണ്. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. എൻ്റെ മകൻ MBBS പഠിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ അവനോട് ചോദിച്ചു, നിൻ്റെ ക്ലാസ്സിൽ എത്ര ആൺകുട്ടികളുണ്ടെന്ന്. 100 പേരുള്ള ക്ലാസ്സാണ് MBBS ക്ലാസ്. അവൻ പറഞ്ഞു 10 ആൺകുട്ടികളുണ്ടെന്ന്. 90% പെൺകുട്ടികൾ. അപ്പം ഞാൻ 4 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രിൻസിപ്പലായിരുന്നു. ആദ്യകാലത്തൊക്കെ ഞാൻ ആദ്യം ലെക്ചറായിട്ട് എഞ്ചിനീയറിംഗ് കോളേജ് ചേരുമ്പോൾ 83-ൽ ലെക്ചറായിട്ട് കയറുമ്പോൾ എൻ്റെ കോളേജിൽ ഒരു വനിതാ ടീച്ചറേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വനിതാ ടീച്ചർ. ഞങ്ങളുടെ കോളേജിൽ മൊത്തം 5% പെൺകുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ ഏത് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയാലും, ഇപ്പം ഞാൻ അടുത്ത് വർക്ക് ചെയ്ത എഞ്ചിനീയറിംഗ് കോളേജിൽ ഉൾപ്പെടെ അവിടെ ഏകദേശം 60% മുതൽ 70% വരെ പെൺകുട്ടികളാണ്. മിക്കവാറും കോളേജുകളിലൊക്കെ 60% പെൺകുട്ടികളാണ്. ഇനി ചില കോളേജുകൾ ഇപ്പോൾ മെഡിക്കൽ റിലേറ്റഡ്, MBBS, ആയുർവേദം, നഴ്സിംഗ്, പാരാമെഡിക്കൽ, ഇതിലൊക്കെ ഏകദേശം 90% മേൽ പെൺകുട്ടികളാണ്. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നത്? ഇതൊരു സാമൂഹ്യ പരിണാമമാണ്. സത്യം പറഞ്ഞാൽ ആൺകുട്ടികളെക്കാൾ പാസ് പെർസെൻറ്റേജ് പെൺകുട്ടികളിലാണ്. ആൺകുട്ടികൾക്ക് ബുദ്ധിയില്ല എന്നല്ല, ബുദ്ധി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഫോക്കസ്. ഈ ആൺകുട്ടികളൊക്കെ വഴിയിൽ തള്ളപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് ചേരുന്ന കുട്ടികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് റാങ്ക് കുറച്ച് പേർ ആൺകുട്ടികളായിരിക്കും. അത് ബുദ്ധി ഉപയോഗിച്ച കുട്ടികളാണ്. അതിനിടയ്ക്ക് വരുന്നവരിൽ നല്ലൊരു പങ്ക് പെൺകുട്ടികളാണ്. ഇപ്പോൾ ഈ MBBS ആ കാര്യം പറഞ്ഞാൽ നോക്കൂ, 90 പെൺകുട്ടികൾ മെഡിക്കൽ ബിരുദം കഴിയുന്നു, 10 ആൺകുട്ടികൾ മെഡിക്കൽ ബിരുദം കഴിയുന്നു. അപ്പോൾ മെഡിക്കൽ ബിരുദം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക്, കേരളത്തിൽ മെഡിക്കൽ ബിരുദം കഴിഞ്ഞ ഒരു ആൺകുട്ടി ഇവിടുന്ന് കെട്ടാൻ സാധ്യതയില്ല. അവർ ഒരു ലെസർ ഡിഗ്രിയിലേക്ക് പോകാൻ ഒരു താല്പര്യം എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മെഡിക്കൽ ബിരുദം എടുത്ത കേരളത്തിൽ നിൽക്കുന്ന പെൺകുട്ടികളിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ മെഡിക്കൽ ബിരുദമുള്ള പുരുഷന്മാരെ കിട്ടുന്നുള്ളൂ. അതൊരു സോഷ്യൽ ഇക്വേഷനാണ്. ഇപ്പോൾ MBBS കഴിഞ്ഞ ഒരു കുട്ടിക്ക് എനിക്ക് MBBS കഴിഞ്ഞ ഒരു വരനെ വേണമെന്നുള്ള ആഗ്രഹം നോർമലാവും. പക്ഷെ അത് കൊടുക്കാൻ കേരളത്തിന് കഴിയുന്നില്ല. മനസ്സിലാകുന്നില്ല. അതുപോലെ ഇപ്പം ഡോക്ടറേറ്റിൻ്റെ എണ്ണം നോക്കൂ. കേരളത്തിൽ പൊതുവെ ഡോക്ടറേറ്റ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കേരളത്തിലുള്ളവർ തമിഴ്നാട്ടിൽ പോയാണ് ഡോക്ടറേറ്റ് എടുക്കുന്നത്. കാരണം തമിഴ്നാട്ടിൽ ഒരു വർഷം ഏകദേശം 5000-ഓളം ഡോക്ടറേറ്റ് കൊടുക്കുന്ന സമയത്ത് കേരളത്തിൽ അത് 1000 താഴെയായിരിക്കും. അപ്പോൾ ആ പ്രൊപ്പോർഷൻ്റെ വ്യത്യാസം കൊണ്ട് കേരളത്തിലുള്ള നല്ലൊരു പങ്ക് ആളുകൾ തമിഴ്നാട്ടിൽ, മാത്രമല്ല അവിടെ അത് കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാവുമെന്ന് കരുതിക്കൊണ്ട് അവിടെ പോയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഡോക്ടറേറ്റ് നേടിയ ഒരു പെൺകുട്ടിക്ക്
ഡോക്ടറേറ്റ് നേടിയ ഒരു ആൺകുട്ടിയെ കിട്ടണമെങ്കിൽ കേരളത്തിലെ എൻ്റെ അനുപാതം ഇപ്പോഴും പഴയ അനുപാതം 5 ആൺകുട്ടികൾക്ക് ഒരു പെൺകുട്ടി എന്നുള്ളായിരുന്നു ഡോക്ടറേറ്റ് നേടുന്നതിൻ്റെ അനുപാതം. ഇപ്പം അത് ഏകദേശം 2:4 1:2 മാറിയിരിക്കുന്നു. അതായത് ഇരട്ടി പെൺകുട്ടികളാണ് ഡോക്ടറേറ്റ് നേടിയിരിക്കുന്നത്, നേരെ ഇരട്ടി. അപ്പോൾ എന്ത് സംഭവിക്കും? ഡോക്ടറേറ്റ് കിട്ടിയ ഒരു പെൺകുട്ടിക്ക് ഡോക്ടറേറ്റ് ഉള്ള ഒരു ആൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് തോന്നിയാൽ നടക്കില്ല. പക്ഷേ ഡോക്ടറേറ്റിൽ ആ വലിയ പ്രശ്നം വന്നിട്ടില്ല. കാരണം ഡോക്ടറേറ്റ് നേടുന്ന മിക്കവാറും ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് പക്ഷേ ആ ഇക്വേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ഇന്നലെ എനിക്കൊരാൾ മെസ്സേജ് ചെയ്തു, വളരെ കാഷ്വലായിട്ട് ഒരാൾ മെസ്സേജ് ചെയ്തു. അവർ MBAയും MPhilഉം കഴിഞ്ഞ് എൻ്റെ കൂടെ കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. MBAയും MPhilഉം കഴിഞ്ഞതാണ്. അപ്പോൾ മെസ്സേജ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ എവിടെയാണ്? തിരുവനന്തപുരത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫാണ്. ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അപ്പോൾ ഹസ്ബൻഡ് ഒരു ചെറിയ കട നടത്തുകയാണ്, ഈ റീറ്റെയിൽ ഷോപ്പ് നടത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. കോളേജ് അധ്യാപികയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, ഹസ്ബൻഡിന് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഇഷ്ടം, വീടിനടുത്ത് പോയി വരാം. അപ്പോൾ എനിക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലായി. കാരണം ഹസ്ബൻഡിന് ഒരു ചെറുകിട വ്യാപാരം നടത്തുന്ന ഹസ്ബൻഡിന് ഒരുപക്ഷെ കോളേജ് അധ്യാപികയായ ഒരു ഭാര്യയെ കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള തിരിച്ചുണ്ടാവും വ്യത്യാസം. ഇതാണ് സാമൂഹ്യമായി ഞാൻ പറഞ്ഞ പ്രശ്നം. അപ്പോൾ ഇനി വരാൻ പോകുന്ന സ്ഥിതിയിൽ കേരളത്തിലെ ആൺകുട്ടികൾ ഞാൻ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോഴും പിന്നിലാണ്. ഒരു കാലം ഉണ്ടായിരുന്നു കേരളത്തിലെ ആൺകുട്ടികൾ എല്ലാത്തിനും മുന്നിൽ നിന്ന്. ഇന്നത് മാറിയിരിക്കുന്നു. ഏത് വിദ്യാഭ്യാസ മേഖലയിൽ പോയി കഴിഞ്ഞപ്പോൾ സ്കൂൾ ടീച്ചേഴ്സ്, ഇന്ന് കേരളത്തിലെ സ്കൂൾ ടീച്ചേഴ്സിൽ 70% മേലെ സ്ത്രീകളാണ്. കോളേജ് ടീച്ചേഴ്സിൽ ഏതാണ്ട് 60% മേലെ സ്ത്രീകളാണ്. അപ്പം അവർക്ക് അവരുടെ സാമൂഹ്യ തുല്യതയുള്ള പുരുഷന്മാരെ ഇവിടെ കിട്ടുന്നില്ല. അതൊരു പ്രശ്നമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? പക്ഷേ എന്തുകൊണ്ടോ ഈ കേരളത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ നല്ലൊരു പങ്ക് കേരളത്തിൽ തന്നെയുള്ള പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ തയ്യാറായെന്ന് വെച്ചോളൂ. ഇപ്പം വന്നിരിക്കുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നല്ലൊരു ഭാഗം പെൺകുട്ടികൾ കേരളത്തിന് പുറത്തു പോയി ജോലി ചെയ്യുന്നു. ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ തുടങ്ങി അവിടെ പോയി വർക്ക് ചെയ്യുന്നവരെന്ത് ചെയ്യും? അവരുടെ തുല്യമായ സ്ഥാനമാനങ്ങളിലുള്ള ഇതര സമുദായം, ഇപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സിൽ നല്ലൊരു പങ്ക് അവരുടെ കുട്ടികളുടെ കല്യാണത്തിന് വിളിക്കുമ്പോൾ ഞാൻ നോക്കാറുണ്ട്. പെൺകുട്ടികളുടെ മോളുടെ കല്യാണത്തിന് വിളിക്കുമ്പോൾ കാരണം വരൻ എവിടുത്തുകാരനാണ്. വരൻ ഒന്നിൽ അവർ ഈ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അവരൊന്നിൽ തെലുങ്കാനയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ കർണാടകയിൽ നിന്നായിരിക്കും. അപ്പോൾ ആ ബൗണ്ടറി ഇല്ലാതായിരിക്കുന്നു. അവർക്കൊരു സാമൂഹ്യ തുല്യത എന്നുള്ള ബോധം. ഇനി മറ്റൊരു രസം, ഇപ്പോൾ കഴിഞ്ഞ വർഷം 2.5 ലക്ഷത്തോളം പേര് കേരളത്തിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറി പോയിട്ടുണ്ട് വിദേശത്തേക്ക്. ഇവരെന്തിനാണ് പോകുന്നത്? ഒന്നാമത് ഈ പോകുന്നതിൽ പണ്ടൊക്കെ ആൺകുട്ടികളായിരുന്നു പോരുന്നത്, ഇപ്പോൾ ഈക്വലാണ് ഈ പോകുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഏതാണ്ട് ഈക്വലായിട്ടാണ് പോകുന്നത്. ഇനി അത് മാറും, പെൺകുട്ടികൾ കൂടുതലാവും. ഇവരവിടെ പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വന്ന് ജോലിയും തൊഴിലില്ലാതെ ഇവിടെ നിൽക്കുന്ന ഒരാളിനെ വിവാഹം കഴിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവിടെ അവർക്ക് 2 ഓപ്ഷനുള്ളത്. ഇവിടുന്ന് അവിടെ പോയി നിൽക്കുന്ന ആൺകുട്ടികളെ വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ അവിടെ ഉള്ളവരെ വിവാഹം കഴിക്കാം. പക്ഷേ ഇതിലും ഒരു അസന്തുലിതാവസ്ഥ വരുന്നുണ്ട്. ഇവിടുന്ന് അവിടെ പോയി നിൽക്കുന്ന ആൺകുട്ടികൾ ഇവരെ വിവാഹം കഴിക്കാൻ താല്പര്യം എടുക്കുന്നില്ല. അവർക്ക് അവിടെയുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ അവിടുത്തെ സിറ്റിസൺഷിപ്പ് എളുപ്പമാവും, അവിടുത്തെ ബെനിഫിറ്റ്സ് എളുപ്പമാവും. ഇവരെ വിവാഹം കഴിക്കാൻ താല്പര്യം എടുക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ പല പൂർവ്വ വിദ്യാർത്ഥികളും അസർബൈജാനിലും സ്പെയിനിലും ഫ്രാൻസിലും ഒക്കെ താമസിക്കുന്നുണ്ട്. അവരിൽ നല്ലൊരു പങ്ക് അവിടെയുള്ള കുട്ടികളെ വിവാഹം കഴിച്ച് താമസിക്കുന്നു. അപ്പോൾ അവർക്ക് ഒരു ഈസി മണി അതിൽ നിന്ന് കിട്ടും. കാരണം അവർക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടും, മനസ്സിലായില്ലേ? മറിച്ച് പെൺകുട്ടികൾ കഴിയുന്നതും ഇവിടുത്തുകാർ അവിടെയുള്ളവരെ വിവാഹം കഴിക്കാൻ വേണ്ടി അന്വേഷിക്കാറുണ്ട്. ഇപ്പോൾ അടുത്ത് നടന്നൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. മുൻകാലത്ത് എൻ്റെ വിദ്യാർത്ഥിനിയായിരുന്ന ഒരു കുട്ടി ഇപ്പോൾ അയർലൻഡിലാണെന്ന് തോന്നുന്നു. വിവാഹം കഴിച്ച അവിടെയുള്ള ഒരാളെയാണ്. അപ്പോൾ വിവാഹ ഇൻവിറ്റേഷൻ എനിക്ക് അയച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ അവിടെയുള്ള ആളെ വിവാഹം കഴിക്കുന്നത് ചോദിച്ചു. പറഞ്ഞു, അത് വളരെ എളുപ്പമല്ലേ സാർ, ഞാൻ ഇവിടുത്തെ സിറ്റിസണായി മാറിക്കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് കേരളം വിട്ട് പുറത്തേക്ക് പോകുന്ന പെൺകുട്ടികൾ ഇനി കേരളത്തിൽ വന്ന് ജോലിയും തൊഴിലില്ലാതെ ഇവിടെ നടക്കുന്ന ചെറുപ്പക്കാരെ വിവാഹം കഴിക്കുമോ? ഒരിക്കലും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. ഇനി ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്ന ആൺകുട്ടികളെ അവരുടെ നിലവാരത്തിലുള്ളവരെ കിട്ടിയാൽ ചിലപ്പോൾ അവർ വിവാഹം കഴിച്ചെന്ന് വരാം. അതുകൊണ്ട് അത് ഒരു വഴിക്ക് അങ്ങനെ നിൽക്കുക. ഇനി കേരളത്തിലെ ആൺകുട്ടികൾ ഇപ്പോൾ ആരാ ഉള്ളത്? കുറവാണ്. ഒന്നാമത് സർക്കാർ തൊഴിലുള്ളവർക്ക് ഇപ്പോഴും കേരളത്തിൽ ഡിമാൻഡ്. അവർക്ക് വിവാഹ മാർക്കറ്റ് ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പോൾ ഈ ഡൗറി ബിസിനസ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ആ മേഖലയിലാണ്. കാരണം സർക്കാർ മേഖലയിൽ എന്ന് വെച്ചാൽ അതിന് ചില ഗുണങ്ങളുണ്ട്. സ്ഥിര ശമ്പളം, സോഷ്യൽ ഡിഗ്നിറ്റി. കാരണം സ്വകാര്യ മേഖലയിൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും
അവിടെ ഡിഗ്നിറ്റി കുറവാണ്. കാരണം ഏത് നിമിഷവും പിരിച്ചുവിടപ്പെടാം. ഒന്ന്. രണ്ടാമത്, കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ശമ്പളം സർക്കാർ മേഖലയുമായിട്ട് യാതൊരു താരതമ്യമില്ല. പിന്നെ ഗതികേട് കൊണ്ട് ആളുകൾ വർക്ക് ചെയ്യുന്നതാണ്. കേരളത്തിലെ സ്വകാര്യ മേഖല അങ്ങനെ ആയിപ്പോയി, മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെയല്ല. അപ്പോൾ ഇന്നലെ ഞാൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ളൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 10-20 പേരുണ്ടായിരുന്നു. കാരണം പാലക്കാട് വരുന്ന ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയെക്കുറിച്ചുള്ള ചർച്ചയാണ്. 50,000 പേർക്ക് അവിടെ തൊഴിൽ കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ വന്ന പ്രധാനപ്പെട്ട സംഘടനകളുടെ ഭാരവാഹികളായിരുന്നു. ചേംബർ ഓഫ് കോമേഴ്സ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ, ഇൻഡസ്ട്രീസ് അസോസിയേഷൻ, ഇങ്ങനെയൊക്കെയുള്ള സംഘടനകളുടെ ഭാരവാഹികളാണ് ചർച്ചയിലുണ്ടായിരുന്നത്. അതിലൊരാൾ വ്യവസായ വകുപ്പ് മന്ത്രിയോട് പറഞ്ഞൊരു പോയിന്റ് എന്താണെന്നറിയാമോ? എൻ്റെ കുട്ടിക്ക് 1 ലക്ഷം രൂപയെങ്കിലും മാസവരുമാനം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഈ സ്മാർട്ട് സിറ്റിയിൽ ഉണ്ടായാൽ മാത്രമേ ഇതിന് സാമൂഹ്യ അംഗീകാരം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ശരിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആലോചിച്ച് നോക്കൂ, 1 ലക്ഷം രൂപ ഇപ്പോൾ ഇന്ന് കേരളത്തിൽ കിട്ടണമെങ്കിൽ സർക്കാരിൽ ചേരണം, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് വരണം, അല്ലെങ്കിൽ ഏതെങ്കിലും അക്കാദമിക് സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് വരണം. അതല്ലാതെ 1 ലക്ഷം രൂപ കേരളത്തിലെ ഏത് സ്വകാര്യ സ്ഥാപനം കൊടുക്കും? അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ അണ്ടർ പെയ്ഡ് ആയിട്ടുള്ള പുരുഷന്മാരാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസം കിട്ടിയ പെൺകുട്ടികൾക്ക് അവർ സാമ്പത്തികമായ കാര്യം ഉറപ്പായിട്ട് അവർ നോക്കും. ഇപ്പോൾ പലരും പറയാറുണ്ട് ഈ വരുമാനത്തിൽ എന്തിരിക്കുന്നു, ശമ്പളത്തിൽ എന്തിരിക്കുന്നു. പക്ഷേ വിവാഹ കമ്പോളത്തിലുള്ള പെൺകുട്ടികൾ, ഇന്നലെ ഞാൻ ഒരു ഇൻ്റർവ്യൂ ലൈവായിട്ട് കേൾക്കുകയുണ്ടായി മൊബൈൽ വഴി. അതിൽ ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ആരെയാണ് വിവാഹം കഴിക്കാൻ ഇഷ്ടം? അപ്പോൾ ആ പെൺകുട്ടി പച്ചയായിട്ട് പറയുന്നു, നല്ല വരുമാനം ഉണ്ടാകണം, കാണാൻ വലിയ ചന്തമാണമൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ചിന്തിക്കുന്ന പെൺകുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോഴുള്ള പുരുഷന്മാർ നല്ലൊരു പങ്ക് സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. സർക്കാർ മേഖലയിൽ 5% താഴെയുള്ളൂ, അതിന് കുറഞ്ഞ് 1% എത്തും. അപ്പോൾ ബാക്കി 99% സ്വകാര്യ മേഖലയിൽ. പിന്നെ ഇവിടുന്ന് വിട്ടുപോയ പുരുഷന്മാർ അവർ വേറെ വഴികൾ കണ്ടെത്തി അവരവിടുന്ന് വിവാഹം കഴിച്ചോളൂ. അപ്പോൾ ഇവിടെയുള്ള പുരുഷന്മാർ ഒരവക്ഷിപ്ത ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കണം. അവർക്ക് എസ്കേപ്പ് റൂട്ടുകൾ അടഞ്ഞ ആളുകളാണ്. ഒന്നിൽ അവർക്ക് അത്ര വലിയ യോഗ്യത ഉണ്ടാവില്ല. ഇനി യോഗ്യത ഉള്ളവരാണെങ്കിൽ വീട്ടിൽ നിൽക്കണമെന്നുള്ള ചില നിർബന്ധം കൊണ്ട് ചെറിയ വരുമാനത്തിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അവർ ഹാപ്പി ആയിരിക്കും, കാരണം വീട്ടിൽ നിന്ന് പോയി വരാം. ഇപ്പോൾ സുനിലിന്റെ കാര്യം തന്നെ എടുക്കുക. അപ്പോൾ സുനിൽ ദിവസവും വീട്ടിൽ നിന്ന് വന്നു പോവാണ്, യു ആർ വെരി ഹാപ്പി. പക്ഷേ സുനിലിനെ നോക്കുന്ന ഒരു പെൺകുട്ടി ഹാപ്പി ആണോന്നില്ല. സുനിലിന്റെ യോഗ്യതയുള്ള, സുനിലിന്റെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിന് സർക്കാരിലാണെങ്കിൽ എന്ത് കിട്ടും, അല്ലെങ്കിൽ വിദേശത്താണെങ്കിൽ എന്ത് കിട്ടും എന്നുള്ളൊരു ചിന്ത അവരിലേക്ക് വരുന്നു. അപ്പോൾ സാമ്പത്തിക രംഗത്തുകൂടി നോക്കുമ്പോൾ കേരളത്തിലെ പെൺകുട്ടികൾ കേരളത്തിലുള്ള യുവാക്കളെ പ്രിഫർ ചെയ്യുന്നില്ല. മുമ്പ് ഗൾഫും ഉണ്ടായിരുന്ന കാലത്ത് ഗൾഫിൽ പോയിരുന്നവരെ നമ്മുടെ പെൺകുട്ടികൾ ഇഷ്ടം പോലെ പ്രിഫർ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം ഗൾഫിൽ പോയവർക്ക് ഡിമാൻഡില്ല. കാരണം അവിടെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. അവർ എന്ന് തിരിച്ചു വരും എന്ന് മാത്രമല്ല, നമ്മുടെ സാമൂഹ്യ അനുഭവം പറയുന്നത് എന്താണെന്നറിയാം? ഗൾഫിലുള്ളവർ ഇവിടെ സ്ഥിരജോലിയുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കും, എന്നിട്ട് ഗൾഫിലെ പണിയും വന്ന് ഭാര്യയുടെ ചെലവിൽ ഇവിടെ ജീവിക്കും. അങ്ങനെ ഒരു സംസ്കാരം ഇവിടെ വന്നുപോയി. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയുള്ളവരെയും വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ പെൺകുട്ടികൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരെ വിവാഹം കഴിക്കുമ്പോൾ വെക്കുന്ന ഒരു കണ്ടീഷൻ എന്താണെന്നറിയോ? ഞങ്ങളെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകണം. അതിന് പറ്റില്ല പലർക്കും. കാരണം ഇവിടുന്ന് പോയിരിക്കുന്ന നല്ലൊരു പങ്ക് ആളുകൾ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊരു കുടുംബം അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അവിടെ ഒരു 10,000 ദിർഹം UAE ശമ്പളം കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ 10,000 ദിർഹമൊക്കെ കിട്ടണമെങ്കിൽ വളരെ ഹൈ ഒഫീഷ്യലാണ്. സാധാരണ ചെറിയ ജോലിയൊക്കെ കിട്ടുന്നവർക്ക് 1,000-1,500 ദിർഹം ശമ്പളം കിട്ടുള്ളൂ. അവർക്കൊരു വീട് വാടകയ്ക്ക് എടുത്തൊരു കുടുംബം പോറ്റാൻ കഴിയില്ല. അവരൊറ്റയ്ക്ക് അവിടെ താമസിച്ചാൽ പോലും അതിൻ്റെ 4/1 അവർക്ക് മിച്ചം വെക്കാൻ പറ്റുള്ളൂ. അതായിരിക്കും വീട്ടിലെ കഴിച്ചു. പക്ഷേ ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ മണി ആങ്കറേജ് കൊണ്ട് അതിന് വലിയ വാല്യൂ കിട്ടും. ഇപ്പോഴത്തെ പെൺകുട്ടികൾ അതിന് തയ്യാറല്ല. കഴിഞ്ഞ തലമുറയിലെ എല്ലാവരും അതിന് തയ്യാറായിരുന്നു. കാരണം അവർക്ക് ഇവിടെ ജീവിച്ചു പോകാനുള്ള കാശ് കിട്ടുന്നുണ്ട്, അവർ കുടുംബമായിട്ട് ഇവിടെ ജീവിക്കും, ഭർത്താവ് അവിടെ ജീവിക്കും, അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും മാറിയിരിക്കുക. അപ്പോൾ ഇത് നമ്മുടെ വിദ്യാഭ്യാസ സാമൂഹിക രംഗത്ത് പറ്റിയ ഒരു മാറ്റമാണ്. ഇനിയും അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെൺകുട്ടികൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നു എന്നുള്ളതാണ്. മുമ്പ് അത് വളരെ പരിമിതമായിരുന്നു. അച്ഛനമ്മമാർ പെൺകുട്ടികളെ ബാംഗ്ലൂരിലേക്കോ ഹൈദരാബാദിലേക്കോ അല്ലെങ്കിൽ ബോംബെയിലേക്കോ ഒക്കെ തനിയെ ജോലിക്ക് അയക്കാൻ മടിച്ചിരുന്നു. അതൊന്നൊരു പ്രശ്നമേ ഇല്ല. ഇന്ന് അതൊരു പ്രശ്നമല്ല. ഇവൻ പഠിക്കാൻ പോലും എവിടെ വേണേലും പോയി പഠിക്കും. ഇപ്പം എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കണ്ടീഷനിലുള്ള ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ളവർ ബാംഗ്ലൂരിൽ പോയി ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ്. ഇനി ബിരുദം കഴിഞ്ഞാലും അവർക്ക് കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും ജോലിയിലേക്ക് മാറിയെന്ന് വരും. അപ്പോൾ ഈ മൊബിലിറ്റി, പെൺകുട്ടികളുടെ ഈ മൊബിലിറ്റി, മുമ്പ് ഇപ്പോൾ കേരളത്തിലൊരു പെൺകുട്ടി ബാംഗ്ലൂരിൽ പോയി ഒരു വരനെ അന്വേഷിച്ച് വിവാഹം കഴിക്കൂ?
ഇല്ല. ഇപ്പോൾ ആ കുട്ടി പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ ബാംഗ്ലൂരിലോ ചെന്നൈയിലോ ആയിരിക്കും. അപ്പോൾ അവിടെയുള്ള ആ സംസ്ഥാനങ്ങളിലെ മെച്ചപ്പെട്ട വരുമാനമുള്ള വരന്മാർ ഇവരെ സ്വീകരിക്കും. അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ പെൺകുട്ടികൾ കാണാൻ നല്ലത്. എനിക്ക് ഭാരതിയാരുടെ ഒരു പഴയ കവിത ഓർമ്മ വരുന്നത്, സിന്ധു നദിയിൻ മിസൈ നിലവിലെ കേരള നാട്ടിലെ പെൺകളുടനെ സുന്ദര തെലുങ്കനിൽ പാട്ട് ചെയ്ത് തോണികൾ ഓട്ടി വിളയാടി വരുവിൻ. ഭാരതിയാറെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതായത് സിന്ധു നദിയിലെ ആ നിലാവിൽ, മനോഹരമായ നിലവിൽ കേരളത്തിലെ മനോഹരിയായ പെൺകുട്ടിയുമൊത്ത് സുന്ദരമായ തെലുങ്ക് ഭാഷയിൽ തോണി ഓട്ടി വിളയാടൂ, ആസ്വദിക്കൂ എന്നാണ് ഭാരതിയാർ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പെൺകുട്ടികൾക്ക് തമിഴ്നാട്ടിൽ ഡിമാൻഡ് ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. ഏറ്റവും സുന്ദരികളായ പെൺകുട്ടികൾ കേരളത്തിലേതെന്ന് ഭാരതിയാർ പറയുമ്പോൾ ഇത് എല്ലായിടത്തും, ഞാൻ മിക്ക സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴും എനിക്കറിയാം കേരളത്തിലെ പെൺകുട്ടികൾക്ക് ഈ ബ്യൂട്ടിയുടെ കാര്യത്തിൽ ആ സ്റ്റേറ്റ്സിലൊക്കെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. 2, പിന്നെ പൊതുവെ പറയുകയാണെങ്കിൽ കേരളത്തിലെ പെൺകുട്ടികൾ സ്വന്തമായ അഭിപ്രായം പറയാനും കാര്യങ്ങൾ ചെയ്യാനും ഇതര സംസ്ഥാനക്കാരെക്കാൾ മിടുക്കരാണ്. അതുകൊണ്ട് ഇതര സംസ്ഥാന പുരുഷന്മാർ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസമുള്ളവർ, കേരളത്തിലെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ മുന്നോട്ട് വരുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതൊരു കുറവല്ല, അത് നമ്മുടെ കേരളത്തിനുള്ള ഒരു പ്രിവിലേജാണ്. പക്ഷെ എന്ത് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൺകുട്ടികൾ പെട്ടുപോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇനി മൂന്നാമത്, നമ്മുടെ സമൂഹത്തിൽ വരുന്ന ഒരു റാഡിക്കൽ ചേഞ്ച് ഉണ്ട്, ഫ്രീ തിങ്കിങ്. പണ്ടൊക്കെ ഒരു പെണ്ണിന് ആണിനെ കണ്ടുപിടിച്ചു കൊടുക്കുന്ന ആരായിരുന്നു? അവരുടെ പാരന്റ്സ് ഒക്കെ. ഇപ്പൊ ഏതെങ്കിലും പേരൻസ് കണ്ടുപിടിച്ചു കൊടുക്കുന്ന ഇപ്പോ അടുത്ത കാലത്തായിട്ട് ഞാൻ മുമ്പൊരിക്കൽ പറയുകയുണ്ടായി. അതായത് ഇപ്പൊ കേരളത്തിൽ പടർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്, ഡേറ്റിംഗ് ആപ്പ്. സുനിലിന് അതിനെക്കുറിച്ച് അറിയുമെന്നറിയില്ല. ഇപ്പൊ ഏകദേശം കേരളത്തിലെ 2 പേരിൽ ഒരാൾ വെച്ച് ഇപ്പൊ ഡേറ്റിംഗ് ആപ്പിൽ മെമ്പറാണ്. പക്ഷെ ഇവരാരും പുറത്തു പറയുന്നില്ല. ഈ ഡേറ്റിംഗ് ആപ്പിൽ മെമ്പർഷിപ്പ് ഉള്ളവരൊന്നും പുറത്തു പറയുന്നില്ല. അവർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ബന്ധങ്ങളാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും വിവാഹിതരും അവിവാഹിതരും ഒക്കെ ആയിട്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പങ്കാളിയെ അവർക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്നു. പണ്ട് ഈ പാശ്ചാത്യ നാടുകളിലെ ഡേറ്റിംഗ് ഉണ്ടായിരുന്നില്ല. അവിടുത്തെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ 16 വയസ്സായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഡേറ്റിങ്ങിന് സ്വാതന്ത്ര്യമുണ്ട്, സർക്കാരിന് എതിർപ്പില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ ഡേറ്റിംഗ് സമ്പ്രദായത്തിൽ കൂടി അവർക്ക് പറ്റുന്ന ഒരാളെ കണ്ടെത്തും. ഒരുപക്ഷെ 10 or 15 പങ്കാളിയെ പരീക്ഷിച്ച ശേഷമായിരിക്കും അവരൊരാളിനെ കൺഫേം ചെയ്യുന്നത്. അതിനവിടെ സാമൂഹികമായ വിലക്കുമില്ല. എന്നാൽ ഇവിടെ ഇത് ഡേറ്റിംഗ് ആപ്പിൽ കൂടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ ഈ സ്ഥിതി പോയി കഴിഞ്ഞാൽ എനിക്കൊന്ന് ഒരു 5-6 കൊല്ലം കഴിയുമ്പോൾ ഡേറ്റിംഗ് ആപ്പ് ഇല്ലാത്തതൊരു കുറവായിട്ട് മാറുന്നു. പണ്ട് ഇംഗ്ലീഷ് അറിയാത്തവര് മോശക്കാരായിരുന്നു എന്നൊരു ചിന്ത പറയാറില്ലായിരുന്നു. അതുപോലെ കുറച്ചു കാലം മുമ്പ് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാത്തവർ 2ാം കിട പൗഡന്മാരായതുപോലെ ഇനിയിപ്പോൾ ഡേറ്റിംഗ് ആപ്പിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തവര് സമൂഹത്തിന് അയോഗ്യരാണ് എന്നുള്ളൊരു ഫീലിലേക്ക് ഇപ്പോൾ വിവാഹിതരുമുണ്ട്. 3-1 വിവാഹിതർ ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പിലുണ്ട്. അവരെന്തിനാ ഇത് കയറിയെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രീതിയായി മാറും. അപ്പോൾ അതുകൊണ്ട് ഇനി പറ്റാൻ വന്ന ഡേറ്റിംഗ് ആപ്പിൽ, മലയാളി ഡേറ്റിംഗ് ആപ്പിൽ രസകരമായ വസ്തുത അന്യസംസ്ഥാനത്തെ ഒരുപാട് പേരുണ്ടെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ മലയാളി ഡേറ്റിംഗ് ആപ്പിൽ വരാത്ത, പക്ഷെ അവരെവിടുന്ന് പങ്കാളികളെ കണ്ടെത്തും എന്ന് മാത്രമല്ല, ഈ പങ്കാളികൾ പരസ്പരം കണ്ടുമുട്ടിയ ശേഷം തന്നെ അവർ തീരുമാനമെടുത്തു എന്ന് വരാം. അപ്പോൾ ഇനി വരും കാലങ്ങളിൽ ഇപ്പൊ പകുതി പുരുഷന്മാർക്കാണ് സ്ത്രീ വധുവിനെ കിട്ടാത്തത്. ഇനി എത്രയിലേക്ക് പോവാതെ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഒരു 80-90% നാട്ടിൽ നിൽക്കുന്ന പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തും. ഇനി ഒരു സംഭവം ഇപ്പോൾ നടക്കാതെ ഉള്ളൂ, അതും നടക്കും. എന്താണെന്നറിയാമോ, ഇപ്പോൾ കേരളത്തിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ കഴിയുന്നതും കേരളത്തിലുള്ളവരെ പ്രിഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ അന്യനാടുകളിലുള്ളവർ അങ്ങനെയുള്ളവരെ വിവാഹം കഴിക്കാൻ തയ്യാറായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ചിത്രവും മാറും. ശരിയാണ്. ഇപ്പോൾ ചെന്നൈയിലോ ബാംഗ്ലൂരിലോ ഇപ്പോൾ മൊബിലിറ്റി വളരെ എളുപ്പമല്ലേ. ഇപ്പോൾ ഇവിടുന്ന് പാലക്കാട് നിന്ന് ബാംഗ്ലൂർ പോകാൻ 5 മണിക്കൂർ മതി. ഇപ്പോൾ ബാംഗ്ലൂരിൽ നല്ല നിലയിൽ ജോലി ചെയ്യുന്ന ഒരു കർണാടകക്കാരൻ അല്ലെങ്കിൽ ഒരു തമിഴ്നാട്ടുകാരൻ പാലക്കാട് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തയ്യാറായി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ തയ്യാറാവും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ 50% പുരുഷന്മാർക്ക് സ്ത്രീകളെ കിട്ടുന്നില്ല എന്നുള്ള രീതി ചിലപ്പോൾ 80%-ലോ 90%-ലോ എത്തും. അപ്പോൾ വരാൻ പോകുന്ന സാമൂഹ്യ പരിണാമം എന്താണെന്നറിയാമോ, കേരളത്തിൽ നിൽക്കാൻ ചിലപ്പോൾ ചെറുപ്പക്കാർ തയ്യാറായി എന്ന് വരില്ല. അവർക്ക് ഇനി ഒന്ന്. രണ്ടാമത്, കേരളത്തിലുള്ള പുരുഷന്മാർക്ക് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് ഇഷ്ടം പോലെ വധുക്കളെ കിട്ടും. കാരണം നമ്മുടെ സാമൂഹ്യ നിലവാരവും ചിന്താഗതിയും വെച്ച് നോക്കുമ്പോൾ പണ്ടൊക്കെ ആളുകൾ ചെയ്യാറുണ്ടായിരുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ കിട്ടാൻ വിഷമമില്ല. പക്ഷെ ഇപ്പം മലയാളികൾ അതിന് തുനിഞ്ഞിട്ടില്ല. തുനിയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഈ നാട്ടിൻപുറത്തൊക്കെയുള്ള പുരുഷന്മാർക്ക് അന്യ സംസ്ഥാനത്തിൽ പോയി വിവാഹം കഴിച്ചു വരുന്നതിൽ എന്തോ ഒരു താല്പര്യം ഇപ്പോൾ കാണുന്നില്ല. പക്ഷെ ഇനി അത് വരാം. ഇവിടെ ലഭ്യത ഇല്ലാതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ അരി ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ആന്ധ്രയിൽ നിന്ന് വാങ്ങിക്കും. ഇവിടെ പച്ചക്കറി ഇല്ലെങ്കിൽ നമ്മൾ
തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിക്കും. ഇവിടെ പെണ്ണ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ബോർഡറിനപ്പുറത്തേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഓക്കെ, എനിക്കിപ്പോൾ എല്ലാം കൂടെ ചേർത്തൊരു കാര്യം മനസ്സിലായത്, ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ദാമ്പത്യ ജീവിതം എന്നതിലുപരി ലൈഫ് സെറ്റിൽഡ് ആക്കുക, അത് ഇപ്പോൾ കല്യാണം കൊണ്ട് സെറ്റിൽഡ് ആക്കുക എന്ന രീതിയിലേക്ക് കുറച്ചുകൂടെ ഒരു ബെനിഫിറ്റിനാണ് അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ സമ്പത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഈ ഒരു സ്ഥിതി പോവുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സാമൂഹിക അവസ്ഥ എന്തായിരിക്കും? ഒരുപാട് ഈ സിംഗിൾസിൻ്റെ അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത ആൾക്കാരുടെ എണ്ണം കൂടുതലാവാനാണ് സാധ്യത. ഇതുപോലെ തന്നെ പെൺകുട്ടികളും കല്യാണം കഴിക്കാതെ ഇരിക്കുന്നുണ്ട്. കുറേ പെൺകുട്ടികൾ കല്യാണം വേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആവുമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഭാവിയിലൊരു അവസ്ഥ? ഇതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളൊരു ഐഡിയലിസ്റ്റിക് സൊസൈറ്റി. ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അവരുള്ളത് കൊണ്ട് സംതൃപ്തരാണ്. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്നത് മാറിയിരിക്കുന്നു. പാശ്ചാത്യ നാടുകൾ ഒരു മെറ്റീരിയലിസ്റ്റിക് സൊസൈറ്റി ആയിരുന്നപ്പോഴും നമ്മളൊരു ഐഡിയലിസ്റ്റിക് സൊസൈറ്റി, നമ്മൾ എത്തിക്സിനും ധർമ്മത്തിനും ഒക്കെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന സമൂഹമാണ്. അത് മാറിയിരിക്കുന്നു. ഇപ്പോൾ ധർമ്മചിന്തകളേക്കാൾ കൂടുതൽ മെറ്റീരിയൽ ചിന്തകൾ, ബാങ്ക് ബാലൻസ് എത്ര, അല്ലെങ്കിൽ സ്വത്ത് എത്ര, അല്ലെങ്കിൽ ശമ്പളം എത്ര എന്നുള്ള ചിന്തകളിലേക്കൊക്കെ നമ്മൾ മാറിയിരിക്കുന്നു. രണ്ടാമത്, അങ്ങനെ ഒരു ചിന്ത ചെറുപ്പക്കാരിൽ തീരെയില്ല. ചെറുപ്പക്കാരിൽ ധർമാധർമ്മ ചിന്തകളേക്കാൾ കൂടുതൽ കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് ആണ്. അത് മാറിയിരിക്കുന്നു. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു വലിയ ദുരന്തം കേരളത്തിൽ അക്രമങ്ങൾ കൂടുമെന്നുള്ളതാണ്. അതിന് ഞാനത് കണ്ട ഒരു പ്രധാന റീസൺ, ഈ ഒരു പ്രായം കഴിഞ്ഞ ചെറുപ്പക്കാർ അവിവാഹിതരായി നിൽക്കുന്നത് നാടിനാപത്താണ്. അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റം ഫ്രീ ആയിരിക്കണം. ഇപ്പോൾ ഹോങ്കോങ്ങിലോ അങ്ങനെയുള്ള രാജ്യങ്ങളിലുള്ള പോലുള്ള സോഷ്യൽ സിസ്റ്റം ആണെങ്കിൽ ഇപ്പോൾ ഹോങ്കോങ്ങിൽ ഏത് തെരുവിലും വ്യഭിചാരശാലകളുണ്ട്, മദ്യശാലകളുണ്ട്. അതിന് ഔദ്യോഗികമായിട്ട് കഞ്ചാവെന്ന് ബോർഡ് വെച്ച് വിൽക്കുന്ന സ്ഥലമാണ് അവിടെ. അവിടെ ഒന്നും ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ വരുന്നില്ല. പക്ഷേ നമുക്ക് ഒരു കവചിതമായിട്ടുള്ള ധർമ്മബോധമുണ്ട്. ഉദാഹരണത്തിന് മദ്യം കുടിക്കുന്ന ആൾ തന്നെ, ഞങ്ങളുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ടായിരുന്നു, ചേർത്തല മന്ദൻ എന്ന് പറയും. 2 കാലിലും മന്തുള്ള ഒരാൾ ആ മന്ത് രണ്ടും പൂഴിയിൽ പൂഴ്ത്തി വെച്ചിട്ട് ഒറ്റക്കാലിൽ മന്തുള്ളവൻ നടന്നു പോകുമ്പോൾ മന്ദ എന്ന് വിളിക്കും എന്നൊരു സങ്കല്പം. അപ്പോൾ എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ നമ്മൾ വളരെ മിടുക്കരാണ് കരുതുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പോലീസിങ് ഗ്രൂപ്പുകൾ, മോറൽ പോലീസിങ് എന്ന് പറയും, ആരൊക്കെ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത്, അങ്ങനൊരു സമ്പ്രദായം ഇന്നും കേരളത്തിലുണ്ട്. അപ്പോൾ അതിൽ വരാൻ പോകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവാഹം കഴിക്കാതെ നിൽക്കുന്ന യുവാക്കൾക്ക് ഒരു കമ്പൾസീവ് എലിമെൻ്റ് അവരുടെ ലൈഫിൽ വരും. അവർ മറ്റു മാർഗങ്ങളിലേക്ക് തിരിയാൻ, അപ്പോൾ ധാർമ്മികമായ ബോധം കുറച്ച് കുറയും. അത് അപകടകരമായ ഒരു വസ്തുതയാണ്. അതൊരു റെബല്യനിലേക്ക് വരും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ സ്ഥിതി നോക്കൂ. ഒരു 10-35 വയസ്സായി, അവന് വിവാഹം കഴിക്കാൻ പറ്റിയിട്ടില്ല, അവന് വിവാഹത്തിന് പെണ്ണ് കിട്ടില്ല എന്ന് അവന് തോന്നുന്നു, അവൻ അന്യനാട്ടിലേക്ക് പോയി അതിന് ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരു ഡിപ്രഷൻ മോഡിലേക്ക് പോകും. അയാൾ ആൻറ്റി സോഷ്യലായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ സോഷ്യൽ സിസ്റ്റം ചേഞ്ച് ചെയ്യണം. ഇനി അങ്ങനൊരു ചേഞ്ച് ഇവിടെ ഉണ്ടാകും, പറയാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനൊരു ചേഞ്ചും ഉണ്ടാകും. നമ്മുടെ ഈ മോറൽ പോലീസിംഗ് ഒക്കെ ഇല്ലാതായിട്ട് ലിബറലായിട്ടുള്ളൊരു സൊസൈറ്റിയിലേക്ക് ചിലപ്പോൾ കേരളം പോയിക്കൂടാകില്ല ഇങ്ങനൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ. ഒന്ന്. രണ്ടാമത്, കേരളത്തിലെ സാമ്പത്തിക വ്യവസ്ഥ. ഇപ്പോൾ ഇന്നലെ ഞാനൊരു ചർച്ചയിലായിരുന്നു പാലക്കാട് ഇൻഡസ്ട്രിയൽ സിറ്റി, സ്മാർട്ട് സിറ്റി വരുന്നതിനെ കുറിച്ച്. അപ്പോൾ അതിൽ 2 മന്ത്രിമാർ സന്നിഹിതരായിരുന്നു. അവർ പറയുന്നുണ്ടായിരുന്നു 50,000-ഓളം തൊഴിലവസരങ്ങൾ ഇതിൽ വരുമെന്ന്. ആ ഈ 50,000-ത്തിനകത്ത് കുറേ അധികം വലിയ ശമ്പളമുള്ള തൊഴിലുകൾ വന്നു കഴിഞ്ഞാൽ ധാരാളം പേര് ചിലപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് വരും, ഇവിടെയുള്ളവർക്ക് ജോലി കിട്ടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലം മാറിയെന്ന് വരാം. അപ്പോൾ കേരളത്തിലുള്ള മലയാളി ചെറുപ്പക്കാർക്ക് അവർക്ക് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു ശമ്പളവും ജീവിത സൗകര്യവും കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ചിലപ്പോൾ മാറിയേക്കും. പക്ഷേ അങ്ങനെ മാറണമെങ്കിൽ അത് ഓവർനൈറ്റ് സ്വയം അങ്ങ് മാറില്ല. അതിൽ വിൽഫുള്ളായിട്ടുള്ള, അതായത് സർക്കാരും ഇവിടുത്തെ ജനങ്ങളും മുൻകൈയെടുത്ത് അങ്ങനെയുള്ളൊരു ശ്രമം. ഇപ്പോൾ തന്നെ നോക്കൂ, IBMൻ്റെ ഒരു ചെറിയ യൂണിറ്റ് എറണാകുളത്ത് വന്നു, 200 പേരുമായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ അവർ 2000 പേരോളം എംപ്ലോയ് ചെയ്യുന്നുണ്ട്. IBMൻ്റെ ശമ്പള സ്കെയിൽ 80 ലക്ഷം 100 ലക്ഷം വരെ ആനുവൽ സാലറി വാങ്ങിക്കുന്നവർ എറണാകുളത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൽ വർക്ക് ചെയ്യുന്നതിൽ നല്ലൊരു പങ്ക് മലയാളികളുണ്ട്. ഇപ്പോഴും ലോകത്താകമാനം ഇങ്ങനെയുള്ള ഹൈലി പെയ്ഡായിട്ടുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നൊരു മലയാളികളുണ്ട്. ഇപ്പോൾ നമ്മുടെ പാലക്കാട്ടേക്ക് IBMൻ്റെ അല്ലെങ്കിൽ ആമസോണിൻ്റെ ഒരു യൂണിറ്റ് വരികയും 1 ലക്ഷത്തിന് മേൽ ശമ്പളം വാങ്ങിക്കുന്ന ഒരു 500 പേര് അവിടെ ഉണ്ടെന്ന് വരികയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹിക വ്യവസ്ഥ മാറും. അതിൽ നല്ലൊരു പങ്ക് മലയാളി ചെറുപ്പക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവെൻഷൻ, അതൊരു പർപ്പസ്ഫുൾ സോഷ്യൽ ഇൻ്റർവെൻഷനാണ്. അത് ചെയ്യാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മളൊരു ദുരന്ത ഭൂമിയായിട്ട് മാറും. ഈ സുനിൽ മുമ്പ് പറഞ്ഞ പോലെ
ഞങ്ങൾക്ക് എവിടെ പെണ്ണ് കെട്ടാനെന്ന് ചോദിച്ച് സമരം ചെയ്യുന്ന, അതിനും സമരം ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ തയ്യാറായിന്ന് വരും. നമ്മൾ തന്നെ ഉണ്ടാക്കിയ ആ ദുരന്തത്തിന് എതിരായിട്ട് സമരം ചെയ്തെന്ന് വരും. പക്ഷേ പ്രായോഗികമായി അതിനൊരു സൊല്യൂഷനാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഒരു ബോധപൂർവമുള്ള ഒരു ശ്രമം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഇങ്ങനെ അവശേഷിക്കുന്ന ഒരു പുതുതലമുറ വന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്ത തലമുറയുടെ ഗതി എന്താവും ആലോചിച്ചു. ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു എന്താണ് അവഗണിക്കപ്പെട്ട ഒരു തലമുറകൾ ഇവിടെ ഉണ്ടായി എന്ന് പറയാം ചിലപ്പോൾ. അത് വരാതെ മാത്രമല്ല, ഇതിൽ വരാവുന്ന ഒരു വേറൊരു മാറ്റം, ഇങ്ങനെ വിവാഹം കഴിക്കുന്ന ഒരു നല്ലൊരു പങ്ക്. ഇപ്പോൾ കമല ഹാരിസ് ഇന്ത്യക്കാരിയാണെന്ന് നമ്മൾ അവകാശപ്പെടും. കമല ഹാരിസിൻ്റെ അമ്മ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണ്. പക്ഷെ കമല ഹാരിസിന് ഇന്ത്യയെക്കുറിച്ച് എന്തറിയാം? അവർ അമേരിക്കൻ സിറ്റിസൺ ആണ്. അതുപോലെ എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അവകാശവാദങ്ങളൊക്കെ ചെയ്യാം. അപ്പം മലയാളി അല്ലാതായി തീരുന്ന ഒരു രീതിയിലേക്ക് എത്തും. അപ്പം നമ്മളത് മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ബോധപൂർവമായ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ വരാൻ പോകുന്ന ചില അപകടം. പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിക്കണമെന്നില്ല. കാരണം ഞാനീ പറഞ്ഞ പോലെ ലോകോത്തര സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് വരുന്നു, കേരളത്തിലെ ചെറുപ്പക്കാർ കേരളത്തിൽ ജോലി ചെയ്യുന്നു. ഇതൊക്കെ 1-2 വർഷം കൊണ്ട് ഇതൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. പക്ഷെ അതിനുള്ള ശ്രമം ഉണ്ടാകണം. ചുമ്മാതെ തരികിട രാഷ്ട്രീയം പറഞ്ഞ് നമ്മൾ നടന്നാൽ പോരാ. രാഷ്ട്രീയത്തിനും ബോധം ഉണ്ടാകണം. മറ്റ് പല രാജ്യങ്ങളിലും ഉള്ളതാണ്. രാഷ്ട്രീയം എന്ത് പറഞ്ഞാലും രാഷ്ട്രബോധം അവരിലുണ്ടാകണം. നമുക്കില്ലാതെ പോകുന്നത് അതാണ്. നമുക്ക് രാഷ്ട്രീയം ഇഷ്ടം പോലെയുണ്ട്, പക്ഷേ അതിനകത്ത് രാഷ്ട്രബോധം ഇല്ലാതെ വരുന്നു. അങ്ങനെ രാഷ്ട്രബോധമുള്ള ഒരു തലമുറയെ ഇപ്പോൾ പലപ്പോഴും വികസന കാര്യങ്ങളിൽ ചർച്ചയ്ക്ക് പോകുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ വല്ലതും ചോർക്കാറുണ്ട്, ഇത് ആ പാർട്ടി ഓർഗനൈസ് ചെയ്തില്ല. ഏത് പാർട്ടി ഓർഗനൈസ് ചെയ്താലും എന്താ? വികസന കാര്യങ്ങളിലെ ചർച്ചയ്ക്ക് നമ്മൾ ഒന്നിച്ചു നിൽക്കണം. അത് നമ്മൾ അന്യ രാജ്യങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കണം. ഉദാഹരണത്തിന് മലയാളിയായ ഒരു സിംഗപ്പൂർ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ദേവൻ നായർ. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. സിംഗപ്പൂരിൻ്റെ മുഖച്ഛായ മാറ്റിയ ആളാണ് അദ്ദേഹം. ഈ കാര്യങ്ങൾ വികസന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ സിംഗപ്പൂരിലെ ബഹുഭൂരിപക്ഷം ചൈനക്കാരാണ്. അവർ മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അപ്പോൾ വികസനത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഒന്നിച്ചു പോകാൻ നമുക്ക് കഴിയണം. ഇന്നും മലയാളിക്ക് അത് കഴിയുന്നില്ല. ഇത് വലിയൊരു സത്യമാണ്, വലിയൊരു തിരിച്ചറിവാണ് ഇന്നത്തെ റേസ് ടു സക്സസ് എനിക്കും നിങ്ങൾക്കും ഒക്കെ നൽകിയിട്ടുണ്ടാവുക. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ. ഒരുപാട് സന്തോഷം. നന്ദി. ഇന്നത്തെ റേസ് ടു സക്സസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഡോക്ടർ PR ശ്രീ മഹാദേവൻ പുല്ല സാറാണ്. വീണ്ടും അടുത്ത അധ്യായത്തിൽ ഒന്നിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.